ചക്കക്കൊമ്പൻ കാട്ടാന മദപ്പാടിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി വകുപ്പ്. ചിന്നക്കനാൽ സിംഗംകണ്ടം 301 കോളനി ബിയൽറാം ആനയിറങ്കൽ മേഖലകളിലാണ് കാട്ടാന ചുറ്റിത്തിരിയുന്നത്. നിലവിൽ കാട്ടാനക്കൂട്ടത്തോടൊപ്പം ആണ് കാട്ടുകൊമ്പന്റെ സഞ്ചാരം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, നിലവിൽ ചക്കക്കൊമ്പൻ എവിടെയാണ് നില ഉറപ്പിച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ 301 കോളനി മേഖലയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ജനവാസ മേഖലയിലൂടെ തന്നെ ചുറ്റിത്തിരിക്കുകയായിരുന്നു കൊമ്പൻ. ഈ മദപ്പാട് കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത്. അതിനുശേഷം ഈ ചക്കക്കൊമ്പൻ കാട്ടാനക്കൂട്ടത്തോടൊപ്പം ചേരുകയും ചെയ്തു. അതായത് ഈ 301 കോളനി ഭാഗത്ത് 5 ആനകളുള്ള ഒരു കാട്ടാനക്കൂട്ടമുണ്ട്. നിലവിലിപ്പോൾ ആ കാട്ടാനക്കൂട്ടത്തിനൊപ്പമാണ് ഈ കാട്ടുകൊമ്പൻ സഞ്ചാരം. ഈ സാഹചര്യത്തിൽ ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏകദേശം 1 മാസത്തോളം ഇനി ഈ മദപ്പാടിലായിരിക്കും. ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ചിന്നക്കനാൽ മേഖലയിൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ചിന്നക്കനാൽ സിംഗകണ്ഠം 301 കോളനി ബിയൽറാം ആനയിറങ്കലിന്റെ വിവിധ മേഖലകൾ എന്നിവിടങ്ങളിലാണ് ആളുകൾക്ക് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ആന പ്രകോപിതരാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. മുമ്പും പലതരത്തിലുള്ള ആക്രമണങ്ങൾ ആനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. വാഹനങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ വീടുകൾക്ക് നേരെയും എല്ലാം തന്നെ ചക്കക്കൊമ്പൻ കാട്ടാനയുടെ അതിക്രമം ഉണ്ടായിട്ടുള്ളതാണ്. നിലവിൽ മദപ്പാടായതുകൊണ്ട് തന്നെ ആ ഒരു പ്രകോപനം കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. അത് ആ സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ ഒരു കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. നിലവിൽ ഇന്ന് രാവിലെ കാട്ടാന എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ വനംവകുപ്പ് കഴിഞ്ഞിട്ടില്ല. ആറാട്ട് സംഘം ഉൾപ്പെടെ കൃത്യമായ നിരീക്ഷണം നിലവിൽ നടത്തി വരികയാണ്. ശരി, സുബിൻ തോമസ് ആണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.